അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓറൻസി. അപ്പം നമ്മളൊരു പുതിയ എപ്പിസോഡായിട്ട് തിരിച്ചു വന്നേക്കുവാണ്. ഈ എപ്പിസോഡിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഗോസ്റ്റ്. ഓടാ, നിനക്കെന്തെങ്കിലും ചെക്കും ചെയ്യാൻ പറ്റില്ല. നിനക്കും അറിയാം, എനക്കും അറിയാം. വെറുതെ എന്തിനാ നമ്മൾ രണ്ടുപേരും തല്ലുകൂടാൻ വരുന്നത്? മണവണാഞ്ചന് പറഞ്ഞാൽ തിരിയത്തില്ലല്ലേ, വെറുതെ ഇട്ടങ്ങ് അടിക്കുന്നു. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എവിടെ പോയി സ്ട്രക്ചറിൽ ഇതാണോ അബാൻഡൻ സെമെറ്ററി. ഇതെന്താന്ന് വെച്ചാൽ കുറേ ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. A forgotten cemetery stands quietly above the sprawling network of crypts below, where the discipline of traumas have taken up residence of response unknown underground chamber holder. They are treasure secret yet to be discovered. Where the void abandoned cemetery can found in swags. Okay. ഇത് കണ്ടുപിടിച്ചതിൻ്റെ കഥ നാം പറയാത്ത തന്നെ ആയിരിക്കും നല്ലത്. പോടാ, എന്തിനാടാ ശല്യം ചെയ്യുന്നത് എൻ്റെ പുറകെ നടന്നിങ്ങനെ? അതിനൊട്ട് കൊല്ലാനും പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. എവിടെ പോയി മോബ്? എവിടെ പോയി? എൻറ്റിറ്റീസ് മോബില് ഗോസ്റ്റ്. അവിടെ ഗോസ്റ്റ് behavior. Ghosts are hostile and focus on hunting terrify players with sudden jump scares. They can only damage with iron or steel weapon. They can only be damaged with iron or steel weapon. അത് ശരി, വെറുതെ അല്ല ഞാൻ കൊല്ലാൻ കൂടി ചാവാത്തല്ലേ. If attack they may അവന്മാര് ചാകൂല. അപ്പം നമുക്കിതിൽ കുറേ ലൂട്ടുണ്ടാവും. ഞാനിവിടെ ബെഡ് എന്തായാലും വെച്ചിട്ടുണ്ട്. നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ യുദ്ധം. ഇവിടെ ഇതിൻ്റെ അകത്തുള്ള സാധനവും ഇതിൻ്റെ അടിയിലൊന്നും ഇല്ല. നായച്ചൊരു ടെമ്പററി വല്ല ഇതും ഉണ്ടാവുമെന്ന്. ഇങ്ങോട്ടേക്കുണ്ടോ കൂട്ടി വെച്ചേക്കുന്നു. ഓ എന്താ സ്പോണ്? പോടാ, ആവശ്യമില്ല നമുക്ക്. സ്കെൽട്ടൺ, ക്യാബേജ്, വെനമസ്. ടോർച്ച് എന്തായാലും ആവശ്യമുണ്ടായിരുന്നു. ടോർച്ച് ഞാൻ എടുത്തിട്ടില്ല എന്തായാലും. ലാൻഡേൺ ഉണ്ട്. ലാൻഡേൺ മറ്റേ തൂക്കി പിടിക്കുന്നതല്ലേ പറ്റുമോ? ആണ്ട് സ്പോണേ. അതെന്തോടെ ഒച്ചയൊക്കെ? ഓ ബുൾഷിറ്റ്. ഇവന്മാരല്ലേ ഇവിടെ വില്ലന്മാര്? അതാണ് ആ ഒച്ച കേൾക്കുന്ന കിരികിരി എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്കെല്ലാം ലൂട്ട് ചെയ്യാം. ഇവിടെ എന്തായാലും നല്ല ലൂട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പൊട്ടിച്ചു പോകേണ്ട അവസ്ഥ നോക്കുന്നു. ഓ, അവൻ സമൺ ചെയ്ത്. ഓ, അത് നന്നായി.
എന്താടാ ഈ സാന്ത കാണത്തുമില്ല. വെനമസ് പണിയാണ്. അമ്മോ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് വെച്ചാല് വലിയ പണിയാ. അപ്പോഴത്തേക്കും ചത്ത. ഉറങ്ങാനുള്ള കൂമ്പ ഉറങ്ങരുത്. ഈ സാധനമൊക്കെ എനിക്ക് നല്ല ആവശ്യമുണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത ഇത് എടുത്ത് കളയാ. ഇതും എടുത്ത് കളയാ. എന്തിനാ എനക്ക് ഇത്രയേ ഉള്ളോ? സംഭവം ഇത്രയേ ഉള്ളൂ ഇവിടെ? അല്ലല്ലോ, ഇതൊക്കെ ചെസ്റ്റ് അല്ലേ നാറുകൾ. എൻചാന്റഡ് ഗോൾഡൻ ആപ്പിൾ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരേണ്ടി വരും. ഞാനപ്പോ വീട്ടിലൊന്ന് ടെലിപ്പോർട്ടായിട്ട് വരുന്നു. എല്ലാ സാധനവും ഇട്ട് നമുക്ക് ഈ പെട്ടിയെല്ലാം ഫുള്ള് മൈൻ ചെയ്യുന്ന പോലെ എടുക്കണം സാധനമെല്ലാം. കാരണം ഇതൊക്കെ ഭാവിയിൽ ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഒരു സ്റ്റാക്ക് പേപ്പർ വെക്കാം. ഇങ്ങോട്ടേക്ക് എന്താ എൻട്രൻസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ല. ഇങ്ങോട്ടേക്ക് എന്താ അവസ്ഥ? താഴത്തേക്കൊന്ന് പറഞ്ഞതും താഴെ എത്തി. ക്യാബേജ് ഓണിയനും സാധനമൊക്കെ ഉണ്ട്. എന്താണ് ഇതുങ്ങളൊക്കെ ഇങ്ങനെ? എനക്ക് ഇഷ്ടമല്ല ഇതുങ്ങളെ. ഈ വെനമസ് ഇവിടെ ഒന്നും ഇല്ലേ? ഒന്നും ഇല്ല കണ്ടിട്ട്. ഇവിടെ താഴെ ഫുള്ള് കാലിയാ. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? വല്ല സർപ്രൈസ് ഉണ്ടെങ്കിലോ? എന്താ സാൻഡ് സ്റ്റോൺ എന്താ? ആർക്കറിയാം സാൻഡ് സ്റ്റോൺ എന്താന്ന്? ഇവിടെ ബ്ലോക്ക് ആയിരുന്നല്ലോ സംഭവം. ഇവിടെ നിന്ന് തന്നെയല്ലേ നമ്മൾ ഇറങ്ങി വന്ന്? ഓ താഴത്തേക്ക് ഉണ്ടായിരുന്നു. നമ്മളിവിടെ മുകളിലേക്ക് മാത്രമേ വന്നേ. ഓക്കെ, മുകളിൽ മാത്രം ഒന്നുമില്ല. താഴത്തേക്കും കൂടെ പോകണം നമ്മള്. വെള്ളമാണല്ലോ കാണുന്നത്. നമുക്ക് എങ്ങോട്ട് പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. അല്ലേ ഫുൾണ്ടടാ, എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേസ്റ്റുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നോക്കിയെടുക്കാം.
എന്തായാലും കുറച്ച് പ്രാവശ്യം വീടും സ്ഥലമായിട്ട് പോണം. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടില്ല. ചെസ്റ്റ് ഇതെന്ത് കഥ? ഒളിപ്പിച്ച് വെച്ചേക്കാൻ തോന്നിയ സ്ഥലം. ഇതെന്താ എന്ത് വയ്യേ? അനങ്ങാനും പറ്റുന്നില്ല. അയാണ് ഇതൊരു വലിയ ഡഞ്ചൻ ആണല്ലോ. നമുക്ക് അതിന് ലെഫ്റ്റ് പോവാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവാം. കടല് വേറെ കടലല്ല. ഇങ്ങോട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നോക്കിയ ഇങ്ങോട്ടേക്കൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ആ സൈഡ് തന്നെ പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. എന്തൊക്കെയോ ബ്ലോക്കായ ജനറേറ്റ് ആവാത്ത പോലെ ഉണ്ട് സംഭവം കണ്ടിട്ട്. എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ജനറേറ്റ് ആവാനുണ്ട് ബാക്കി. ഡയമണ്ടാ. ഇതിൻ്റെ അകത്ത് എന്താണല്ലോ? എന്തെങ്കിലും ഉണ്ടാ? ഇല്ലല്ലോ. പിന്നെ വെറുതെ പൊട്ടിക്കുന്ന ലോക്കർ. ഇതിന്റെ പുറത്തെല്ലാം പേപ്പർ വെച്ചാല് ഒന്നുമില്ല. വെറുതെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപരാധങ്ങള്. അപരാധം പിടിച്ച നാറുകൾ. പോടാ. നാറിനെയും കൊണ്ട് എനക്ക് ജീവിക്കാൻ വയ്യല്ലോ ഈശ്വര. ഇവനെ സ്റ്റീൽ സോഡ് ഉണ്ടാക്കി കൊല്ലണമല്ലോ. ഇവനെന്ത് ശല്യ ചെയ്യുന്നല്ലേ. സ്പോണായി കഴിഞ്ഞു ആൾക്കാരുടെ. ശരി, ഇതിന്റെ മുകളിൽ ചെസ്റ്റ് ഉണ്ടായിരുന്നു. That's nice. അപ്പൊ നമുക്ക് ഒന്ന് ഇതാവശ്യമില്ല, ഇതാവശ്യമില്ല, ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. നമുക്ക് ഈ സാധനം എടുത്തുണ്ട്. ഇവന്മാരെന്താ ഇങ്ങനെ ശല്യ പുറകെ നടന്ന് ചെയ്യുന്നേ? എനിക്ക് ശല്യം ചെയ്യുന്നവരാണെങ്കിൽ കണ്ണിന് കണ്ടുകൂടാ. അമ്മ ഇതിപ്പോ ഒന്ന് സ്പോൺ തീരൂലെന്ന് തോന്നുന്നു. ഇത് അൺലിമിറ്റഡ് സ്പോണും കണ്ട. എനക്കാണെങ്കിൽ സമയമില്ല ഈ ടെൻഷൻ തീർക്കാന്. എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും കൂടുതലും. അതും നല്ലതാ.
എനക്കൊന്ന് ടെലിപ്പോർട്ടാണ്. ടെലിപ്പോർട്ട് 95 ബൈ 4.8. ഇത്രയും താഴത്തേക്കാളുള്ള ഇതെല്ലാം കൊണ്ടുപോയി പാതാളത്ത് വെച്ചിട്ട് വരുന്നതാണ്. എല്ലാം വെച്ചിട്ട് വേണം എനക്കൊന്ന് അടി കൂടാൻ പിന്നെയും പോകാൻ. എല്ലാം പോ. എന്റെ ചെസ്റ്റും സാധനം എല്ലാം ഊര. വാ കൊല്ല് എന്നെ കൊല്ല്. അപ്പൊ ഞാൻ തിരിച്ചു വന്ന ഇത് എവിടെയായിരുന്നു? നമുക്ക് ഇതിന്റെ താഴെ അല്ലത്തണ്ട. എന്റെ ഷൂട്ടൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഒരു സൈഡ് തീർത്തെന്ന് തോന്നുന്നില്ല. ഈ സൈഡ് ഫുള്ള് തീർത്തെന്നാണ് തോന്നുന്നത്. പിന്നെയും വരുന്നുണ്ടാ? ഈ സൈഡ് തീർത്തിന് നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഓ വില്ലേജറിനൊക്കെ പൂട്ടിയിട്ടേക്കുന്നല്ലേ. ചെസ്റ്റ് ഒന്നും കാണുന്നില്ല. ലൈറ്റ് ഉണ്ടായിട്ട് അതിനിങ്ങനെ കഷ്ടപ്പെടുമ്പോ എന്താ പ്രശ്നം എന്താ? നിങ്ങളാ രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്നെ അടിക്കാൻ വരുന്നു എന്തിനാ? കൊറേ ക്യാബ് മണ്ണാകട്ടെ. ഓ ഈ പ്രേതം ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. ഇതെന്ത് അവസ്ഥ? ഇത് എത്രയൊന്നും വെച്ചിട്ടാ? എന്തേ ഓ ഭയങ്കരം ഫൈറ്റ്. ഇതൊന്നും വെളിച്ചമില്ല. ആരാ തൊട്ട് കാണുന്നില്ല. ആരോ എന്തായാലും പൊട്ടിച്ചോളെ. എനക്ക് ആവശ്യമുള്ളവരെല്ലാം എന്തായാലും അയന്റെ ഒരു സൂട് കിട്ടി. അയന്റെ സൂട് നമുക്ക് എടുത്ത് ഇവിടെ വെക്കാം. എവിടെ ആരാധവൻ എവിടെ പോയി? വരുന്നില്ല. ഒളിച്ച് കള്ളസുക്കൂർ ഒളിച്ചളഞ്ഞ് എൻ്റെ ഒരു ആയുധം കിട്ടിയപ്പോ ആ സാധനം ഇതാണ് നമ്മുടെ റൂൺ സ്റ്റോൺ. ഈ സാധനം കാണാൻ എടുക്കണം നമുക്ക്, കാരണം ഭാവിയിൽ സാധനം കിട്ടത്തില്ല പിന്നെ മര്യാദക്ക്. വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഏതൊക്കെയോ സ്ഥലം ബാക്കിയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുണ്ടാക്കിയവൻ എന്തായാലും സമ്മതിക്കണം. ഞാൻ കളിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടാന്ന് എനിക്കറിയാം.
അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ലാണ്ട് ഒരു തമാശയും കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ തമാശയോടെ കളിക്കാൻ നമുക്ക് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ. അതാണ് കാര്യം. അമ്മേ, അങ്ങനെ ഈ സ്ഥലം കഴിഞ്ഞെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സെമിട്രി എന്ന് പറയുന്ന സാധനം. എന്നുവെച്ചാ ഭയങ്കരായിരിക്കും. ഇത്രയാ ഉള്ളു. ഇപ്പൊ ആ ഗോസ്റ്റിനെ ഒന്നിനെ പോലും കാണുന്നില്ല. അതാണ് സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. ആ ഗോസ്റ്റിനെ അത്രക്ക് ഇറിറ്റേറ്റ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പൊ ഒന്നിനെയും കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. വെയിറ്റ് ചെയ്ത വല്ലതും വരുമോ ഗോസ്റ്റ്? വരാൻ ചാൻസ് ഇല്ല. അല്ല, പിന്നെ ഇവൻ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം കഴിയും. ചെയ്യാനില്ല ഇന്നത്തെ എപ്പിസോഡ്. ഞാൻ ഇവിടം വരെ എത്താൻ പെട്ട പാട് അത് എനക്ക് മാത്രമേ അറിഞ്ഞോളൂ. ഞാൻ 2.5 മണിക്കൂറാ പോയി ഇവിടെ എത്താൻ. എനക്ക് മാപ്പ് നോക്കാൻ അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇന്നെന്തായാലും മാപ്പ് നോക്കാൻ പഠിച്ചു. മുഴുവനായിട്ട് പഠിച്ചില്ല, പൊട്ടത്തര ഫുള്ള് കാണിച്ചില്ല. എന്തായാലും എന്തെങ്കിലൊക്കെ ആയിട്ട് പഠിച്ച് ഈ ഡ്രാഗൺ കുട്ടീനെയും കൊണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. തളർന്ന് ഇപ്പം നമ്മുടെ 27 ദിവസമല്ല. ഞാനെന്താ ട്രൈ ചെയ്യുന്ന വെച്ചാൽ ഇതിലെല്ലാം സോങ് വല്ലാണ്ട് സൗണ്ട് കൂടിയേക്കുന്നു. ഓഡിയോ വല്ലാണ്ട് സൗണ്ട് കൂടിയിട്ടുണ്ടല്ലേ. മ്യൂസിക്കും കാര്യവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് 35 മാറ്റി. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ വേണ്ട. എന്ത് മ്യൂസിക്കാണോ എന്തോ. എന്ത് സമാധാനമുണ്ട്. വിച്ച് വാവ്. അമ്മേ, നമ്മുടെ ഡ്രാഗൺ കുട്ടി എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ സ്ട്രക്ചേഴ്സിൽ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. റോബോ ട്രൈബ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ബാൻഡഡ് ക്യാമ്പ് അത് ഞാൻ കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ വീഡിയോ പക്ഷെ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഡിലേറ്റ് ആയിപ്പോയി. പിന്നെ സീഡ്ലിംഗ് വില്ലേജ് അത് ഞാൻ പോയിട്ടില്ല. ക്രോസ് വാക്ക് ഞാൻ കണ്ടിക്ക്. ആ സ്ഥലം ഞാൻ എടുത്തു വെക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോകണമെന്ന്. പിന്നെ ട്രയൽ ടവർ അത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ അൺനോൺ മാപ്പ് എനിക്ക് കിട്ടിയത്. ആ അൺനോൺ മാപ്പ് കിട്ടി അടുത്ത സ്ഥലമാണിത്. എന്തോ അബാൻഡൻ സെമിട്രി. അതിനുശേഷം ഇവിടെ നമ്മൾ ഡിക്സൈറ്റില് കോബോൾട്ട് ഡിക്സൈറ്റില് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഇവിടെ യുദ്ധമാണ് നടക്കുന്നത്. കൾട്ടിസ്റ്റ് ഹൈഡ് ഔട്ടില് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. കൾട്ടിസ്റ്റ് ഹൈഡ് ഔട്ടും ഇത് ഏകദേശം കണക്ക് തന്നെയാണ്. സെയിം സ്പെക് ബേസ് തന്നെ വരുന്നത്. നമ്മളിപ്പോ നമ്മുടെ സെമിട്രി പോയില്ലേ, അതേ സെയിം സ്പെക്ക് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു അത് രണ്ടും കമ്പനി ഇരുന്നേ തോന്നുന്നു. തീ പിടിക്കുന്ന വല്ലാത്ത ശല്യം. ഓ ഷിറ്റ്.
ഓ ഷിറ്റ്. എന്റെ ടോട്ടമോ പണ്ടായി. എന്റെ ടോട്ടോ പണ്ടായി നാറികളെ കൊണ്ട് പൊട്ടി. എന്റെ മോന്ത കണ്ടിട്ട് ഞാനിപ്പോ ഈ ഡ്രാഗനെയും എല്ലാത്തിനും എന്ത് ചെയ്യണം? എടുത്തിട്ട് കൊല്ലണ്ട എല്ലാത്തിനും പിടിച്ചത്. ഞാൻ ആ ടോട്ട ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട നിരക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. മറ്റേ ആ ടോട്ടം കിട്ടുന്ന ഒരുത്തനില്ല, അവനെ ഞാൻ കൊറേ കൊന്നിട്ട് എനിക്ക് കിട്ടിയത്. എനക്കൊരു ട്രയൽ ചേമ്പർ പോലത്തെ ഒരു സാധനം കിട്ടിയായിരുന്നു, അതിൽ അവനായിരുന്നു സ്പോണിങ്. അവന് ഏകദേശം 8 എണ്ണം കണ്ടാന്ന് തോന്നുന്നു കൊന്നത്. എന്നിട്ടാണ് എനിക്കൊരു ടോട്ടം കിട്ടിയത്. അത് തന്നെ ഈ ഡ്രാഗനില്ല സാധനം കൊന്നേ. ഞാൻ കയ്യല്ല നാശകോശം. അല്ലാണ്ട് ഇപ്പൊ പറയാൻ എന്താണ്? ഞാന് കാണിച്ചു തരാൻ പോയിട്ട് ഇപ്പോൾ എല്ലാം പോയി. എന്തായാലും ബാക്കിന് പോലെ സെമട്രി പോയി. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, മർച്ചന്റ് കാർട്ട്. അത് നമ്മളന്ന് നമ്മുടെ 2ാമത്തെ 3ാമത്തെ എപ്പിസോഡ് എങ്ങാണ്ടാണ്. പിന്നെ ഈ അബാൻഡഡ് വിസ ടവറിലാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെയാണ് നമ്മുടെ മറ്റേ മാജിക് സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് എവിടേക്ക് നമുക്ക് കിട്ടുക? മൗണ്ടൻസ്, പിന്നെ എക്സ്ട്രാ ഹിൽസ്, പിന്നെ കോൾഡ് ടൈഗൻ ഹിൽസ്. ഓ, എല്ലാം മലമണ്ടയ്ക്ക് തന്നെ ഇവന്മാര് കൊണ്ടു വെച്ചേക്കുന്നു. പിന്നെ റോയിൻസ് ഇവിടെ നമുക്ക് ancient stone ruins scratch across above the world. Their purpose long forgotten. Abandoned ruin stone plus with raw argent energy hitting at the secret of their mystery creators. The arcana scholar is എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ജംഗിള്, ടൈഗേഴ്സ്, മോഡസ്, മൗണ്ടൻസ്, പിന്നെ ചെറി ഗ്രോവ്സ് ഇവിടെയൊക്കെയാണ്. അത് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ള സ്ഥലം ഇതും നമ്മുടെ അബാൻഡൻ വിസ ടവറും പിന്നെ ദി ഗലാക്സിയൻസ് ഗലാക്സിയൻ സാങ്ക്ടിയം ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ. റൂയിൻസ്റ്റോൺ റൂയിൻസും ബോറോ തന്നെ. അത് വലിയ കാര്യമൊന്നുമില്ല. അവിടെ മറ്റേ ഇതേ ഉണ്ടാവുള്ളൂ മോബായിട്ട്. ഏത് മോബ് ഞാൻ കാണിച്ചുതരാം, അത് ഏതാ മോബെന്ന്. ഇത് ബോറെന്നും പറഞ്ഞിട്ട്. പിന്നെ വേറെ പ്ലെയിൻ അത് കണ്ടുപിടിച്ചു. മൗണ്ടൻ ഡ്രാഗ്നെസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിനെ ഇവിടെ കിട്ടുക. അതൊരു ഡ്രാഗനാണ്. സീവറയും വേറും അത് തന്നെയല്ല ഉദ്ദേശിക്കുന്നത്, റൈമും നെസ്റ്റ്. പിന്നെ 100 ഗ്രൈഡൻസ് ക്യാബിൻ, സ്മോൾ ക്യാമ്പ് സൈറ്റ്, ബീച്ച് ഹൗസ്, ഗോട്ട് ഫാം. നമ്മുടെ വീടിപ്പോ ഈ ഗോട്ട് ഫാം ആണ് സത്യം പറഞ്ഞാല്. പിന്നെ ട്രാപ്പസ് ഹോമോ ആർക്കറിയാം. പിന്നെ നെതറിലാണ്. നമ്മൾ ഇതുവരെ നെതറിൽ എൻട്രി ആയിട്ട് പോലും ഇല്ല, അപ്പൊ നെതർ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പൊ ഇതാണ് സാധനങ്ങൾ. ഇതിന്റെ അത് വെബ്സൈറ്റ് എങ്ങാണ്ടല്ല, വെബ്സൈറ്റ് എനിക്ക് വേണമായിരുന്നു കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. യൂട്യൂബ് സപ്പോർട്ട് ആർക്കറിയാം. അതാണ് അവസ്ഥ. ഇത് എത്ര ലെങ്ത് ഉണ്ട്? 45. അതിൽ 50 മിനിറ്റ് എങ്ങാണ്ട ഉണ്ടാവുള്ളൂ. 50 മിനിറ്റോ 20 മിനിറ്റ് എങ്ങാണ്ട വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നാലും എന്റെ ഡ്രാഗ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്നെ കൊന്നല്ലോ.
ഒന്നെന്ന പോട്ടെ, എന്റെ ടോട്ട പോട്ടുണ്ടായിരുന്നു കത്ത്. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പോക്കാ പോയത്. ഞാൻ വിചാരിച്ചു മറ്റേ ആർഎൽ ക്രാഫ്റ്റ്സിൽ നമ്മളിത് നമ്മുടെ മെനു തുറക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത് പോകത്തില്ലേ, അതുപോലെ പോവെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ തെറ്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ.